ഇന്ന് ലോകം ഒരു സുനാമി ഭീതിയിലായിരുന്നു. 70 വർഷത്തിനിടയിലെ അതിശക്തമായ ഭൂചലനം റഷ്യയുടെ കംചട്ക ഉപദ്വീപിലുണ്ടായപ്പോഴാണ് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തി. പസഫിക് തീരത്താകെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ജപ്പാനിലും അമേരിക്കയിലും ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. തീരമേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, 70 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനം അത് എങ്ങനെയാണ് ഈ പ്രദേശങ്ങളെ ബാധിച്ചത്? പല ആണവ നിലയങ്ങളടക്കം ഒഴിപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായല്ലോ. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ആശങ്കയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആശങ്കകൾക്ക് അല്പം അയവ് വന്നിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയണം. മോസ്കോയിൽ നിന്ന് ഏതാണ്ട് 6800 കിലോമീറ്റർ അകലെയാണ് ഇന്ന് ഭൂചലനമുണ്ടായ കംചട്ക എന്ന് പറയുന്ന പ്രദേശം. റഷ്യയുടെ കിഴക്കൻ പ്രദേശമാണിത്. 1952 ഇവിടെ റിക്ടർ സ്കെയിലിൽ 9 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. അതിനുശേഷം റഷ്യൻ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നതനുസരിച്ച് അതിനുശേഷം ആ പ്രദേശം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഇന്ന് ഉണ്ടായത് എന്നതാണ്. 8.8 രേഖപ്പെടുത്തിയ ഭൂചലനം വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കി. കാരണം പസഫിക് തീരത്താകെ കൂറ്റൻ തിരമാലകളും അതോടൊപ്പം തന്നെ സുനാമി മുന്നറിയിപ്പും നൽകി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി ഉണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം അമേരിക്കയടക്കം തെക്കൻ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിലേക്കടക്കം വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ആ ഘട്ടത്തിൽ നൽകിയത്. വലിയ തോതിലുള്ള ആശങ്ക ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ജപ്പാനിലെയും സുനാമി മുന്നറിയിപ്പുകൾ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹവായ് ദ്വീപിലടക്കം സുനാമി മുന്നറിയിപ്പുകൾ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പസഫിക് സമുദ്രത്തിലെ പെട്രോപൗലോസ് കംചാറ്റ്സ്കി ആ നഗരത്തിൻ്റെ 126 കിലോമീറ്റർ അകലെയായിരുന്നു ഇന്ന് ഭൂചലനം ഉണ്ടായ പ്രദേശം. ഈ ഭൂചലനമാണ് പസഫിക് മേഖലയാകെ പ്രകമ്പനം സൃഷ്ടിച്ചത്. കൂറ്റൻ തിരമാലകൾ ഉയർന്നു. ജപ്പാനിലൊക്കെ ഏതാണ്ട് 1.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ വീശി. ഹവായിലാകട്ടെ ഏതാണ്ട് 1.7 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന സാഹചര്യവുമുണ്ടായി. പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നേരത്തെ ഈ തീരനഗരങ്ങളിൽ ഇത്തരത്തിൽ സുനാമി മുന്നറിയിപ്പുകൾ നൽകിയിരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജപ്പാനടക്കം കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുമ്പ് വലിയ തോതിലുള്ളൊരു സുനാമി ആഞ്ഞടിച്ചൊരു പ്രദേശം സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്ന് ജപ്പാനിലാകെ നൽകിയത്. ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി ഇന്ന് നൽകിയ മുന്നറിയിപ്പാണ് ഏറെ നിർണായകമായത്. കൃത്യസമയത്ത് തന്നെ മുന്നറിയിപ്പ് നൽകി പ്രദേശത്ത് സൈറൻ മുഴങ്ങുകയും ഉടനടി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് വലിയ തോതിലുള്ള ആശങ്ക ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രത്യേകിച്ച് ഫുകുഷിമ ആണവ നിലയത്തിലടക്കം അവിടുത്തെ ജീവനക്കാരെ ഒഴിപ്പിക്കുന്ന സാഹചര്യം വരെയുണ്ടായി. ഇങ്ങനെ വലിയ തോതിലുള്ള ആശങ്ക മണിക്കൂറുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മെല്ലെ മാറി വരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായും ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ റഷ്യയിൽ ഈ ഭൂചലനമുണ്ടായ കംചട്ക മേഖലയിൽ അടക്കം ഇപ്പോൾ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ US തീരത്തും അതോടൊപ്പം തന്നെ ഇക്വഡോർ അടക്കമുള്ള പ്രദേശങ്ങളിലും ഈ ഘട്ടത്തിലും ശക്തമായ ജാഗ്രത തുടരുകയുമാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും ശക്തമായ 70 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ഈ മേഖലയിൽ ഇന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കിനിയും